Hi all, welcome to LK Group of Educational Service. Natural Science വിഭാഗത്തിൽ പെടുന്ന സിലബസ് ഓറിയന്റഡ് ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം നാച്ചുറൽ സയൻസിൽ കേട്ടിട്ടിന് 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 50 ക്വസ്റ്റ്യന് 50 മാർക്ക് എന്നിങ്ങനെയാണ് വരുന്നത്. അതുമാത്രമല്ല നാച്ചുറൽ സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് 25 ടോപ്പിക്സ് ആണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 25 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊരു ടോപ്പിക് ആയിട്ടുള്ള അനിമൽ കിങ്ഡം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്ന അനിമൽ കിങ്ഡം എന്നുള്ള സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അനിമൽ കിങ്ഡം ഇതിൽ ഫസ്റ്റ് വരുന്ന സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, ഓർഗാനിസത്തിനെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ അതാണ് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിനുശേഷം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിനുശേഷം ഡിഫറെൻറ്റ് കിങ്ഡംസ്, ക്യാരക്ടറിസ്റ്റിക്സ്, എക്സാമ്പിൾസ്, ലൈക്കൻസ് ആൻഡ് വൈറസ്, അതായത് ഡിഫറെൻറ്റ് കിങ്ഡം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ലൈക്കൻസ് ആൻഡ് വൈറസിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സിമെട്രീനെ ബേസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ദെൻ നേച്ചർ ഓഫ് സീലം, സീലത്തിൻ്റെ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ദെൻ പാറ്റേൺ ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഇതിനെല്ലാത്തിൻ്റെയും പാറ്റേണിനെ ബേസ് ചെയ്തും നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ അറേഞ്ച്മെൻറ്റ് ഓഫ് സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്. സോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ബേസിസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത ഒരു സെക്ഷനാണിത്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. സോ ഈ ഒരു 4 പോയിന്റ്സും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്തൊക്കെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷന് വരുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ബേസിസ് എന്നുള്ളത്? സിമെട്രി, ബോഡി സിമെട്രി ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നേച്ചർ ഓഫ് സീലം. And the third one, pattern of digestive, circulatory or reproductive system. And the last one is arrangement of cell. Okay, then ടാക്സോണമി എന്താണ്? ടാക്സോണമി എന്നുള്ളത് ഈ ഒരു സെക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് ഓർഗാനിസത്തിനെ അതിൻ്റെ സിമിലാരിറ്റീസ്, ഡിഫറൻസ് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയും സയൻറ്റിഫിക്കലി നെയിം ചെയ്യുന്ന ബയോളജിയുടെ ബ്രാഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമി എന്നുള്ളത്. സോ ടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഐഡൻറ്റിഫൈസ് ഓർഗാനിസംസ്, classify them based on similarities and difference and name them scientifically. Okay, so ടാക്സോണമിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരാളാണ് കാർലസ് ലിനേയസ് എന്നുള്ളത്. കാർലസ് ലിനേയസിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ടാക്സോണമി എന്ന് കൺസിഡർ ചെയ്യുന്നത്. സോ ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കാർലസ് ലിനേയസ് ആണ്. ഇതെല്ലാം നമുക്ക് കേട്ടറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട സെക്ഷനുകളാണ്, കാരണം ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസിന് വന്നിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ scientists who made a valuable contribution in the history of taxonomy. ടാക്സോണമിയുടെ ഹിസ്റ്ററിയിൽ ആരൊക്കെയാണ് ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻസ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്, അവർ ഏതൊക്കെ ശാസ്ത്രജ്ഞരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഓരോ സയൻറ്റിസ്റ്റുകളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അവരെന്തായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് എന്നതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട സയൻറ്റിസ്റ്റാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം ഫാദർ ഓഫ് ബയോളജി എന്നുള്ളതാണ്. ബയോളജിയുടെ ഫാദർ ആണ് ആര്? അരിസ്റ്റോട്ടിൽ. ടാക്സോണമിയുടെ ഫാദർ ആരാണ്? കാർലസ് ലിനേയസ്. ഓക്കെ, ദെൻ ക്ലാസിഫൈഡ് ഓർഗാനിസം ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽ ആൻഡ് ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽ. അതായത് അദ്ദേഹം ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത് റെഡ് ബ്ലഡ് സെൽ ഉള്ള ഓർഗാനിസംസ് എന്നും റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്ത ഓർഗാനിസംസ് എന്നുമാണ്. സോ father of biology is Aristotle, and Aristotle classified organism on the basis of red blood cell. Okay, then next one ആണ് തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റിനെ നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ബോട്ടണി എന്നാണ്. ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. അദ്ദേഹം പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. അദ്ദേഹം പ്ലാന്റ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്തു: ആനുവൽസ്, ബൈനിയൽസ് ആൻഡ് പെരനിയൽസ്. സോ ഈ 3 ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ തിയോഫ്രാസ്റ്റസിൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെയധികം അറിയപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. അതിൽ ആനുവൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ലൈഫ് ടൈമിൽ ഓൺലി വൺസ് മാത്രമേ അത് ഫ്ലവർ ചെയ്യുള്ളൂ, അതിനുശേഷം അത് ഡൈ ചെയ്യും അല്ലെങ്കിൽ അത് മരിച്ചു പോകും. അങ്ങനെയുള്ള പ്ലാന്റുകളെയാണ് നമ്മൾ ആനുവൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതായത് ലൈഫ് ടൈമിൽ വൺസ് മാത്രം ഫ്ലവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെയാണ് ആനുവൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബൈനിയൽ പ്ലാന്റ്സ് ആണ്. ബൈനിയൽ പ്ലാന്റ്സ്, ബൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ആണ് അല്ലേ. സോ ഇവിടെയും
ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് തന്നെയാണ്. ബൈനിയൽ പ്ലാന്റ്സ് ആർ ദ വൺ ദാറ്റ് ഫ്ലവർ ട്വൈസ് ഇൻ ദ എയർ ലൈഫ് ടൈം. അതായത് അവരുടെ ലൈഫ് ടൈം സൈക്കിളിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിളിൽ ആകെ 2 തവണ മാത്രം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് പെരനിയൽ പ്ലാന്റ്സ്. പെരനിയൽ പ്ലാന്റ്സ് ആർ ദ വൺസ് that flower many times in their life cycle. ലൈഫ് സൈക്കിളിൽ ഒരുപാട് തവണ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളെയാണ് പെരനിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫാസ്ട്രസ്. തിയോഫാസ്ട്രസ് പ്ലാന്റ്സിനെ 3 ക്ലാസിഫൈ ചെയ്തു: ആനുവൽ, ബൈനിയൽ ആൻഡ് പെരനിയൽ. ആനുവൽ എന്ന് പറയുമ്പോൾ ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളെയാണ് ആനുവൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് ടൈമിൽ 2 തവണ മാത്രം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞത്. പെരനിയൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ലൈഫ് ടൈമിൽ ഒരുപാട് തവണ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ പെരനിയൽ പ്ലാന്റ്സ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ചരകൻ. ചരകൻ എന്നുള്ള വേർഡ് ചരകൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ആ ഒരു പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫാദർ ഓഫ് ആയുർവേദ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ചരകൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്? ചരക സംഹിത എന്ന് പറയുന്ന പബ്ലിക്കേഷൻ്റെ ഓതറാണ് ചരകൻ എന്ന് പറയുമ്പോൾ. ബൈ ഇൻക്ലൂഡിങ് ഇൻ ഇറ്റ് അറൌണ്ട് 200 പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, 200 പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഇൻക്ലൂഡ് ചെയ്ത് അദ്ദേഹം രചിച്ച ഒരു പുസ്തകമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. സോ ഫാദർ ഓഫ് ആയുർവേദ ആരാണ്? ചരകനാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ജോൺ റേ. ജോൺ റേ എന്ന് പറയുമ്പോൾ recorded more than 80,000 plants in the book Historia Generalis Plantarum. Historia Generalis Plantarum എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതർ ആരാണെന്ന് ചോദിക്കാറുള്ളതാണ്. സോ ജോൺ റേ ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. സോ ജോൺ റേ 18,000 പ്ലാന്റ്സ് ആണ് ആ ഒരു പബ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. ദെൻ ആദ്യമായി സ്പീഷീസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തതും ഇദ്ദേഹമാണ്. ജോൺ റേ ആണ് യൂസ്ഡ് ദ ടേം സ്പീഷീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായി സ്പീഷീസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് കാൾ ലിനേയസ്. കാൾ ലിനേയസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഓൾറെഡി ജസ്റ്റ് ഒന്ന് പഠിച്ചിരുന്നു. മോഡേൺ ടാക്സോണമിയുടെ ഫാദർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. സോ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Proposed binomial nomenclature, the scientific method for naming organism. നമുക്കറിയാം ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ആ ഓർഗാനിസത്തിനെല്ലാം കോമൺ ആയിട്ടൊരു നെയിമും ഉണ്ടാവും, അതിനൊരു സയൻറ്റിഫിക് നെയിമും ഉണ്ടാവും. സോ ഈ ഒരു സയൻറ്റിഫിക് നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് കാൾ ലിനേയസ് എന്ന് പറയുന്നത്. സോ അതിനൊരു പർട്ടിക്കുലർ നെയിമും അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനൊരു പർട്ടിക്കുലർ റൂൾ ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിൻ്റെ നെയിം, കോമൺ നെയിം ഓൾറെഡി നമുക്ക് അറിയുന്നതായിരിക്കും, സയൻറ്റിഫിക് നെയിം നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതിനൊക്കെ ഒരു റൂൾ ആൻഡ് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. സോ അതെല്ലാം പ്രപ്പോസ് ചെയ്ത ആളാണ് കാൾ ലിനേയസ് എന്നുള്ളത്. ഓക്കെ. സോ കാൾ ലിനേയസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അതുമാത്രമല്ല അദ്ദേഹമാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ആളും. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമുക്കറിയാം ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാൾ ലിനേയസ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തു. സോ അതിനെയാണ് നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ കാൾ ലിനേയസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി, അതുപോലെ തന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തതും അദ്ദേഹമാണ്. ദെൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷൻ സിസ്റ്റമേ നാച്ചുറേ. സിസ്റ്റമേ നാച്ചുറേ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷനാണ്. സോ ഇത് ഓർത്ത് വെക്കുക, ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. സോ സിസ്റ്റമേ നാച്ചുറേ ഈസ് ദ ടൈറ്റിൽ ഓഫ് ഹിസ് പബ്ലിക്കേഷൻ. അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ പേരാണ് സിസ്റ്റമേ നാച്ചുറേ എന്നുള്ളത്. ദെൻ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു സെക്ഷൻ ആയിരുന്നു ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ല എന്നെങ്കിലും ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾ ടാക്സോണമിനെ കുറിച്ചാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ടാക്സോണമിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ടാക്സോണമി എന്താണെന്നും അത് ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണെന്നും നമ്മൾ പഠിച്ചു. അതിനുശേഷം ടാക്സോണമിയുടെ ഫാദർ ആരാണ്? കാൾ ലിനേയസ് എന്ന് പഠിച്ചു. കാൾ ലിനേയസ് പ്രപ്പോസ് ചെയ്ത ഒന്നാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് നമ്മൾ പഠിച്ചു. അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് ബയോളജി. തിയോഫാസ്ട്രസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി എന്ന് പഠിച്ചു. അതിനുശേഷം ബോട്ടണിയിൽ അദ്ദേഹം പ്ലാന്റ്സിനെയാണ് കൂടുതൽ ക്ലാസിഫൈ ചെയ്തത്. അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്
ആനുവൽസ്, ബൈനിയൽസ് ആൻഡ് പെരണിയൽസ് എന്നായിരുന്നു. ആനുവൽസ് എന്ന് പറയുമ്പോൾ ലൈഫ് സൈക്കിളിൽ 1 ടൈം മാത്രം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളെയാണ് ആനുവൽസ് എന്ന് പറയുന്നത്. അതേസമയം പെരണിയൽസ് എന്ന് പറയുമ്പോൾ എല്ലാ തവണയും അത് ഫ്ലവർ ചെയ്യും. ബൈനിയൽസ് എന്ന് പറയുമ്പോൾ ലൈഫ് സൈക്കിളിൽ 2 തവണ മാത്രം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളെയാണ് ബൈനിയൽസ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ചരകൻ അതുപോലെ തന്നെ ജോൺ റേ ഇവർ രണ്ടാളെ കുറിച്ച് പഠിച്ചത്. ചരകൻ എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ആയുർവേദയാണ്. ചരക സംഹിത എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതറാണ് എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് ജോൺ റേ. ജോൺ റേയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 80,000 പ്ലാന്റ്സ് അദ്ദേഹത്തിന്റെ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തു. അതുമാത്രമല്ല സ്പീഷ്യസ് എന്ന് പറയുന്ന ടേം ആദ്യമായി യൂസ് ചെയ്തതും ജോൺ റേ ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സോ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ആണ്, സിസ്റ്റമെ നാച്ചുറേ ഈസ് ദ ടൈറ്റിൽ ഓഫ് പബ്ലിക്കേഷൻ ഓഫ്. അതായത് സിസ്റ്റമെ നാച്ചുറേ എന്ന് പറയുന്നത് ആരുടെ പബ്ലിക്കേഷനാണ്? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതായത് നമ്മുടെ കാൾ ലിനേയസ്, ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ ലിനേയസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പബ്ലിക്കേഷനാണ് എന്ത്, സിസ്റ്റമെ നാച്ചുറേ എന്നുള്ളത്. സോ ഇതിൽ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. തിയോഫ്രാസ്റ്റസ് ഉണ്ട്, ജോൺ റേ ഉണ്ട്, കാൾ വൂസ് ഉണ്ട്, ലിനേയസ് ഉണ്ട്. സോ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ലിനേയസ് ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ടോപ്പിക്കും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടറ്റിൻ്റെ നാച്ചുറൽ സയൻസിൽ വരുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങളെല്ലാം നല്ലോണം പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.